ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ലൈഫിൽ ജീവിക്കണത് പോലെ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഹൈ പേയിങ് ജോബിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങൾ ആ ജോബിലാണ് ഇപ്പം എന്നൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഒരു ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങളിപ്പോൾ ആ ഒരു കാര്യം ചെയ്യണ പോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ഡ്രീം ലൈഫ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ അടുത്തുനിന്നും നമുക്ക് കിട്ടാൻ പോണ ആ റെസ്പെക്റ്റും ആ ഒരു ഫീലിംഗ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം അടിപൊളിയായിട്ടുള്ള കാര്യമായിരിക്കും അത്. അതിൻ്റെ ഒപ്പം നമ്മൾ ആ ഒരു ഡ്രീംസിലേക്ക് എത്താൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രീം ലൈഫിലേക്ക് എത്താൻ നമ്മൾ അതിൻ്റെ ഒപ്പം കുറച്ച് എഫേർട്ട് വിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രോപ്പർലി മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രീം ലൈഫിൽ നമ്മളിപ്പോൾ ജീവിക്കണമെന്ന് വിചാരിക്കുക, അതിൻ്റെ ഒപ്പം നമ്മൾ ആ ഒരു ഡ്രീം ലൈഫിലേക്ക് എത്താനുള്ള ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനിഫെസ്റ്റിംഗ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരാം, മാനിഫെസ്റ്റിങ്ങും നോർമൽ തിങ്കിങ്ങും ഒന്നല്ല എന്നുള്ള കാര്യം. ബട്ട് അത് രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യും, നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ലിവിങ് ആണ്. നമ്മളിപ്പോൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് എടുത്ത് നോക്കിയാൽ ഡ്രീം ലൈഫിൽ നമ്മൾ ലിവിങ് ആണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡ്രീം ലൈഫിലേക്ക് എത്താനുള്ള ടാസ്കുകളും ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ ഇടും. അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നോർമൽ തിങ്കിങ്ങിൻ്റെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തിങ്കിങ് മാത്രം ഇരിക്കും, നമ്മൾ ഒരു എഫേർട്ട് ഇടില്ല, ഒരു ഹാർഡ് വർക്ക് ഇടില്ല, ജസ്റ്റ് ഇങ്ങനെ തിങ്കിങ് ആയിരിക്കും. ചിലപ്പോൾ ബെഡ്മേ കിടന്ന് ഇങ്ങനെ തിങ്കിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോണ വഴി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്രീം ലൈഫിനെ കുറിച്ച്. പക്ഷെ നമ്മളൊരു എഫേർട്ട് കാര്യങ്ങളോ അതിനൊന്നും ഇടാൻ നമ്മൾ നിൽക്കൂല. അതിനാണ് നമ്മൾ നോർമൽ തിങ്കിങ്ങും മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വേറെ കേസ് പറയാനാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സെൽഫ് ഡൗട്ടാ, കോൺഫിഡൻസ് കുറവാ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് പോസിറ്റീവായിട്ടായിരിക്കും നമ്മുടെ ബ്രെയിനും നമ്മളും ഉണ്ടാകുന്നത്. ക്ലിയർ വിഷൻ ഉണ്ടാവും, ക്ലിയർ ഫോക്കസ് ഉണ്ടാവും, ഡീപ് വർക്ക് ചെയ്യും, അതിലേക്ക് നമ്മൾ എത്തും. പക്ഷെ നമ്മുടെ നോർമൽ തിങ്കിങ്ങിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ സെൽഫ് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ചെയ്ത ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു നെഗറ്റീവ് നമുക്ക് വരാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഡൗട്ട് ഫീൽ ചെയ്യും, നമ്മളോട് നമുക്ക് ഡൗട്ട് ഫീൽ ചെയ്യും, ഇത് ചെയ്താൽ ശരിയാവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക എന്നുള്ള കാര്യമൊക്കെ ഫീൽ ചെയ്യും. അതാണ് ഈ നോർമൽ തിങ്കിങ്ങും മാനിഫെസ്റ്റേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. മാനിഫെസ്റ്റേഷൻ്റെ സിമ്പിൾ ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. തിങ്ക് ഇറ്റ്, ബിലീവ് ഇറ്റ്, ഫീൽ ഇറ്റ്, ആക്ഷൻ ഓൺ ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. നമ്മൾ നമ്മുടെ ഇമോഷൻസ്, തോട്ട്സ്, അതുപോലെ തന്നെ ബിലീഫ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മാജിക് ഒന്നും അല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മുടെ മൈൻഡിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതണം എന്നുള്ള കാര്യം. സോ അത് ഞാൻ ഒരു ബുക്കിൽ തന്നെ പ്രോപ്പറായിട്ട് വിത്ത് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി എങ്ങനെ നമുക്കിത് എഴുതുക എന്നുള്ള കാര്യം നോക്കാം. ഞാൻ ഇവിടെ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടൊരു നോട്ട്ബുക്ക് ഇതിനുവേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. നമ്മളിവിടെ മാനിഫെസ്റ്റേഷൻ റൈറ്റ് ഡൗൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ 369 മെത്തേഡാണ്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു തോട്ട്സൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ മോർണിംഗ് എഴുതുക, പിന്നെ ആഫ്റ്റർനൂൺ എന്ന് എഴുതുക, പിന്നെ ലാസ്റ്റ് നൈറ്റ് എന്ന് എഴുതുക. ഇവിടെ നമ്മുടെ തോട്ട്സൊക്കെ 3 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ 3 പ്രാവശ്യമാണ് നമ്മുടെ തോട്ട്സ് എഴുതേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 1 2 3 ഇട്ട് നിങ്ങൾ എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എഴുതേണ്ടത് 6 തവണയാണ്. ആ സെയിം കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 6 തവണ എഴുതണം. പിന്നെ നൈറ്റ് നമ്മൾ ആ ഒരു സെയിം കാര്യം തന്നെ 9 പ്രാവശ്യം എഴുതണം. സോ ഇങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റിംഗ് 369 മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം, എങ്ങനെ നമ്മുടെ ലൈഫിലും നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രീമിനെ നമുക്ക് എങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒരു 5 സ്റ്റെപ്സിലൂടെ നമുക്കിതെങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കാര്യം, ഗെറ്റ് എ ക്ലിയർ ഗോൾ ഓൺ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഗോൾ ഉണ്ടായിരിക്കണം. മിക്ക ആൾക്കാർ മാനിഫെസ്റ്റിങ്ങിൽ ഫെയിൽ ആവാനുള്ള കാരണം അവർക്ക് അവരുടെ ഗോൾ പ്രോപ്പറായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാൻ അറിയാൻ പാടുള്ളതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചിലവർ എഴുതണം എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് കുറേ പൈസ ഉണ്ടാകണമെന്ന് പറഞ്ഞായിരിക്കും ചിലവർ എഴുതണം. പക്ഷെ അങ്ങനെയല്ല എഴുതേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നാണെങ്കിൽ നിങ്ങൾ എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിങ് ഇത്ര എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 3 lakhs rupees മന്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുന്നു എന്ന രീതിയിലാണ് നമ്മൾ എഴുതാൻ. ആക്ച്വലി നമുക്കത് ഇല്ലായിരിക്കും, പക്ഷെ നമുക്കത് ഉള്ള പോലെ നമ്മൾ എഴുതുക. നമ്മളിപ്പോൾ ഒരു മന്തിൽ നമ്മൾ ഇത്ര lakhs നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുക. അങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യേണ്ടത്.
അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതുക. അതിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ എനിക്ക് ഇത്ര മാർക്ക്, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ഇത്ര മാർക്ക് കിട്ടി, എനിക്ക് ഫുൾ മാർക്ക് കിട്ടി, എനിക്ക് പാസ്സാകാൻ പറ്റിയതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന രീതിയിൽ നമ്മൾ എഴുതുക. ഒരിക്കലും ഈ ഒരു എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കരുത്. നമുക്കത് ഓൾറെഡി കിട്ടിയ രീതി വേണം നമ്മൾ ചോദിക്കാൻ. അതാണ് മാനിഫെസ്റ്റിങ്ങിൻ്റെ കറക്റ്റ് വേ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കത് കിട്ടാത്ത പോലെ നമ്മൾ ചെയ്യരുത്. നമുക്കത് കിട്ടി, നമ്മൾ ആ ഒരു കാര്യത്തിലാണെന്നുള്ള രീതി വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം എക്സാമിൻ്റെ കേസായാലും, ഇപ്പം നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബിൻ്റെ കേസായാലും, നിങ്ങൾക്ക് ആ ഒരു ജോബ് നിങ്ങളുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ നിങ്ങൾ ആ ഒരു ജോബിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. സെക്കൻഡ് തിങ്, വിഷ്വലൈസ് ഇറ്റ്. നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക നമ്മൾ ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം. ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് ഒരു ഹൈ പേയിങ് ജോബാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറൻറ്റ്ലി ഇപ്പോൾ ആ ഒരു ജോബിൽ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ഡ്രീം വർക്ക് നിങ്ങൾ ചെയ്യണതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മന്ത് എൻഡിൽ നിങ്ങൾക്ക് ആ ഒരു സാലറി കിട്ടുന്നതും, നിങ്ങളുടെ ആ ഒരു മുഖത്തുള്ള ആ സ്മൈലും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ഡ്രീം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്യണതും, അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റാഫ്സിന് നിങ്ങൾ ആ ഒരു വാല്യൂ കൊടുക്കുന്നതും, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കൂട്ടാൻ ട്രൈ ചെയ്യണതും, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ശ്രമിക്കുന്നതും കാര്യങ്ങളെല്ലാം റിയലി നമ്മൾ ആ ഒരു ബിസിനസ് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ ആ ഒരു ബിസിനസ്സിൽ എന്താണ് ചെയ്യേണ്ട കാര്യം അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഇമാജിൻ ചെയ്യുക. ഓവറോൾ നമ്മുടെ ഡ്രീം ലൈഫിൽ നമ്മളെള്ള പോലെ ആയിരിക്കണം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് കിടക്കണ മുന്നേ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഡ്രീം ജോബിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ബിസിനസ്സിലുള്ള പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണ പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് രാവിലെ ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇത് ബിലീവ് ചെയ്യും, നമ്മളിത് ഓൾറെഡി നടക്കുന്ന കാര്യം എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് എത്താനുള്ള ഒരു ഫ്യൂവൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നിന്ന് കിട്ടും. മൂന്നാമത്തെ പോയിന്റ്, സ്പീക്ക് അഫോർമേഷൻ വിത്ത് പവർ ആൻഡ് ഇമോഷൻ. ഒരു കോട്ട് ഉണ്ട്, യുവർ വേർഡ്സ് ബിക്കം യുവർ വേൾഡ്. നമ്മൾ വേർഡ്സിലൂടെ എന്താണ് നമ്മൾ കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൂടുതലായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അതായിരിക്കും നമ്മുടെ ലോകം എന്നുള്ള രീതിയിൽ ചെറിയൊരു കോട്ടുണ്ട്. അത് ഇതും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ സെൽഫ് ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണതാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും റിപ്പീറ്റേഷനാണ് കൂടുതലും കേൾക്കുന്നത്. ഇപ്പം നിങ്ങളെ തന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളിങ്ങനെ പറയണേ ഞാനിത് ബെറ്റർ അല്ല, ഞാൻ കുറേ കാര്യങ്ങളിൽ ഫെയിൽ ആകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുള്ള, എനിക്ക് ഭയങ്കര ഫിയർ ആണെന്നൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ബ്രെയിൻ ക്യാച്ച് ചെയ്യണ്ടാവും. സോ അങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ അവിടെ വരുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ പോസിറ്റീവിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക. അതിന് പകരം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വേർഡ്സുകൾ മാത്രം യൂസ് ചെയ്യുക. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അതായത് ഐ ആം കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഐ ആം ബെറ്റർ, അല്ലെങ്കിൽ ഐ ആം ക്രിയേറ്റീവ്, അല്ലെങ്കിൽ ഐ ആം അട്രാക്ടിങ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഐ ആം ലേണിംഗ്. അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം പറയുക. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. ഇത് വേണമെങ്കിൽ നമ്മുടെ മിററിൽ പോയിട്ട് നമുക്ക് തന്നെ പറയാം. അതെന്നുണ്ടെങ്കിൽ ആ തോട്ട്സ് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡിലാണ് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സെൽഫ് ഡൗട്ടിൻ്റെ അടുത്ത് മാറ്റുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ബി ഗ്രേറ്റ്ഫുൾ. മിക്ക ആൾക്കാരും മാനിഫെസ്റ്റേഷനിൽ ഫെയിൽ ആണുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, അവർക്ക് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ അവർക്ക് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ബിലീഫ് ഇല്ലാത്തതുകൊണ്ടാണ്. മാനിഫെസ്റ്റേഷനിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുക. അതായത് നമ്മളിപ്പോൾ നമുക്കൊരു ക്ലിയർ ഗോൾ ഉണ്ടാവും, അതുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളത് വിഷ്വലൈസ് ചെയ്യും. വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളതൊരു ബുക്കിൽ എഴുതണം. എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഗിവിംഗ് ദിസ് എമൗണ്ട് എന്ന രീതിയിൽ നമ്മൾ എഴുതണം. താങ്ക് യു എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നൊരു വേർഡല്ലേ. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ താങ്ക് യു പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറച്ചും കൂടി അത് വെയ്ക്കപ്പ് ചെയ്യാനും കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മാജിക് ഒന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു നോർമൽ തിങ്കിങ് എന്ന രീതിയിലേക്ക് മാറും. ഇപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എന്താണെന്നും അതെങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാമെന്നും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ.